നമസ്കാരം. ജിംനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിൽപ്പനയിൽ പിന്നിലാണെങ്കിലും അവതരിപ്പിച്ച സമയത്ത് ജിപ്സിയുടെ പിൻഗാമിയായി എത്തിയപ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. സാവധാനം വമ്പിച്ച കിഴിവുകൾ ലഭിക്കാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നെക്സ ഷോറൂമിൽ കയറി പ്രാരംഭ എക്സ് ഷോറൂം വിലയേക്കാൾ കുറഞ്ഞ ഓൺ റോഡ് വിലയിൽ നിങ്ങൾക്ക് ഒരു ജിംനി സ്വന്തമാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് നിങ്ങൾ ഒരു ജിംനി വാങ്ങണം അല്ലെങ്കിൽ വാങ്ങേണ്ട എന്നതാണ് ഇനി പറയാൻ പോകുന്ന കാര്യം. രാജ്യത്തുടനീളം 15 മുതൽ 16 ലക്ഷം രൂപ വരെയാണ് ജിംനി സീറ്റ ട്രീമിന്റെ വില. കസ്റ്റമൈസേഷനുകളും അനുബന്ധ ആക്സസറീസുകളും ഇല്ലാതെ ആൽഫ ട്രീം ഏകദേശം 17 ലക്ഷം മുതൽ 19 ലക്ഷം രൂപ വരെ റോഡിൽ എത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ മാരുതി തണ്ടർ എഡിഷൻ അവതരിപ്പിച്ചു. ഇത് ട്രീമുകളിലുടനീളം ഏകദേശം 2 ലക്ഷം രൂപയുടെ വില ആനുകൂല്യം വാഗ്ദാനം ചെയ്തു. എന്നിരുന്നാലും ജിംനി ലൈനപ്പ് ഈ വർഷം എല്ലാ മാസവും സ്ഥിരമായ കിഴിവുകൾ കണ്ടിരുന്നു. ജൂലൈയിൽ ഇത് ഏകദേശം 3 മുതൽ 3.5 ലക്ഷം രൂപ വരെയായി. ഇപ്പോൾ ജിംനിയുടെ ഓഫ് റോഡ് യോഗ്യതയെക്കുറിച്ച് ധാരാളം നമുക്ക് അറിയാം. അത് തികച്ചും കഴിവുള്ള ഒരു ഓഫ് റോഡറാണ് എന്നതിൽ സംശയമില്ല. വലിയതും ആഡംബരപൂർണവും കഴിവുറ്റതുമായ ഒട്ടനവധി ഓഫ് റോഡുകളുടെ കൂട്ടത്തിൽ നമുക്ക് ജിംനിയെ കൂട്ടാം. എന്നിട്ടും ഒരിക്കൽ പോലും ജിംനി വെല്ലുവിളിയിൽ നിന്ന് പിന്മാറിയിട്ടില്ല. വാസ്തവത്തിൽ അതിന്റെ ചെറിയ അളവുകൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ സഹായിച്ചു എന്ന് വേണം പറയാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓഫ് റോഡിംഗ് സമയത്ത് ജിംനി ഒരു മികച്ച ഉപകരണമാണ്. അതിന്റെ അളവ് അതിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു. മാത്രമല്ല അതിന്റെ പരുക്കൻ ആകർഷണവും ഓഫ് റോഡിൽ ഉപയോഗപ്രദമാണ്. എന്നാൽ ഒരു കാർ മാത്രമുള്ള ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ജിംനി ഒരു മികച്ച തെരഞ്ഞെടുപ്പായിരിക്കില്ല. ഈ വില വിഭാഗത്തിൽ ലഭ്യമായ മറ്റ് ചില കാറുകളെ പോലെ ക്യാബിൻ സുഖകരമല്ലാത്തതാണ് പ്രധാന കാരണം. കൂടാതെ ഇതൊരു യൂട്ടിലിറ്റേറിയൻ വാഹനമാണെങ്കിലും ആ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും ഹാർഡ് പ്ലാസ്റ്റിക് ഭാഗങ്ങളുടെ ഉപയോഗവും സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകളുടെ അഭാവവും കണക്കിലെടുത്ത് ക്യാബിൻ മതിയായ പ്രീമിയം ആണെന്ന് പലർക്കും തോന്നിയേക്കില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ആധുനിക കാർ വാങ്ങുന്നവരെ ആകർഷിക്കാൻ ഇടയില്ല എന്നതാണ് സത്യം. പല SUV വാങ്ങുന്നവരും വലിയ വലുപ്പമാണ് കണക്കിലെടുക്കുന്നതെങ്കിൽ ജിംനി അങ്ങനെയുള്ളവരെ ആകർഷിക്കുന്ന കാര്യമല്ല. വാഹനത്തിന്റെ എല്ലാ അളവുകളും ചെറുതാണ്. 2023 ജൂലൈ 3778 യൂണിറ്റ് ആയിരുന്നു വിൽപ്പനയെങ്കിൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് വിൽപ്പന കുത്തനെ കുറഞ്ഞു. പോയ 2024 മെയ് മാസം SUVയുടെ വെറും 274 യൂണിറ്റുകൾ മാത്രമാണ് കമ്പനിക്ക് നിരത്തിലേക്ക് ഇറക്കാനായത്. നിലവിൽ മാരുതിയുടെ ഓഫ് റോഡറിന് വില 12,74,000 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വിലയായി വരുന്നത്. ഇതിൽ നിന്നും പൈസ കുറയുമ്പോൾ കൂടുതൽ ആളുകൾ തേടി എത്തിയേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എങ്കിലും പ്രധാന എതിരാളിയായ മഹീന്ദ്രയുമായി താരതമ്യം ചെയ്യുമ്പോൾ റോഡ് പ്രസൻസ് ഇല്ലാത്തത് ജിംനിയുടെ പോരായ്മ തന്നെയാണ്. മുടക്കുന്ന കാശിനുള്ള മുതലുണ്ടെന്നതിൽ തർക്കമൊന്നുമില്ല എന്നത് സത്യമാണ്. മാത്രമല്ല താറിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായ ഫാമിലി സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനം തന്നെയാണ് ജിംനി. മഹീന്ദ്ര താറിനെ അപേക്ഷിച്ച് വാഹനത്തിന് അധിക നേട്ടങ്ങളുമുണ്ട്. കാരണം 3 ഡോറുകൾക്ക് വിപരീതമായി 5 ഡോറുകൾ ഉള്ളത് എന്തായാലും ശരിക്കും ഉപയോഗപ്രദമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലി SUV ആയി വാങ്ങാനും കൊണ്ടു നടക്കാനും സാധിക്കുകയും ചെയ്യും. ഇതോടൊപ്പം മാരുതി സുസുക്കിയുടെ വിപുലമായ ഡീലർ ശൃംഖലയും സമാനതകളില്ലാത്തത് തന്നെയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.